നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. UK-യിലേക്ക് വിസയും ജോലിയും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 8,85,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലത്തെ വാഹനാപകടം, ദമ്പതികൾക്ക് പരിക്ക്. നാട്ടിക ബീച്ച് ശ്രീ അരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്തെ പ്രതിഷ്ഠാ ദിനവും ക്ഷേത്ര മഹോത്സവവും മാർച്ച് 22 മുതൽ 28 വരെ ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. നാട്ടിക നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ റോഡ് ഷോയ്ക്ക് ആവേശോജ്വലമായ തുടക്കം. വാർത്തകൾ വിശദമായി. UK-യിലേക്ക് വിസയും ജോലിയും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 8,85,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് ഈറോഡ് സ്വദേശി ശങ്കർദാസാണ് അറസ്റ്റിലായത്. 2023 കൊറ്റനല്ലൂർ സ്വദേശിയാണ് തട്ടിപ്പിനിരയായത്. ആളൂർ പോലീസ് സ്റ്റേഷൻ SI മനു S ചെറിയാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലത്തെ വാഹനാപകടം, ദമ്പതികൾക്ക് പരിക്ക്. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശികളായ കോഴിക്കാട്ടിൽ നസീർ, ഭാര്യ താഹിറ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായിരുന്നു അപകടം. നാട്ടിക ബീച്ച് ശ്രീ അരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്തെ പ്രതിഷ്ഠാ ദിനവും ക്ഷേത്ര മഹോത്സവവും മാർച്ച് 22 മുതൽ 28 വരെ ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. ഈ വർഷത്തെ ഉത്സവത്തിന് 2026 മാർച്ച് 22 ഞായറാഴ്ച രാവിലെ 7:15 7:30 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ കൊടിയേറും. തുടർന്ന് ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയും വാതിലും പിച്ചള പൊതിഞ്ഞ് സമർപ്പിക്കൽ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സന്തോഷ് ശാന്തി, ക്ഷേത്രം മേൽശാന്തി യാദവ് ശാന്തി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവ ചടങ്ങുകൾ നടക്കും. 2026 മാർച്ച് 22 ഞായറാഴ്ച മുതൽ മാർച്ച് 22 ശനിയാഴ്ച വരെയാണ് പ്രതിഷ്ഠാ ദിനവും ക്ഷേത്ര മഹോത്സവവും കൊണ്ടാടുന്നത്. 6ാം ദിവസമായ മാർച്ച് 27 രാവിലെ 9 മണിക്ക് ഉപദേവന്മാർക്ക് ഒറ്റക്കലശവും രാത്രി 7:30 മുത്തപ്പന് കലശവും 9 മണിക്ക് സർപ്പബലിയും നടക്കും. ഉത്സവ ദിവസമായ മാർച്ച് 28 രാവിലെ 5 മണിക്ക് നിർമ്മാല ദർശനം, ഗണപതി ഹോമം, ഗൂഢാന പൂജ, രാവിലെ 8:15 മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് താലം എഴുന്നള്ളിപ്പ്, 9 മണിക്ക് ശീവേലി എഴുന്നള്ളിപ്പ്, കലശാഭിഷേകം, ഉച്ചപൂജ, 12 മണിക്ക് അന്നദാനം, വൈകിട്ട് 3:30 ഗജവീരന്മാരോട് കൂടിയ പകൽപൂരം. പകൽപൂരത്തിൽ പാക്കത്ത് ശ്രീകുട്ടൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തൃപ്പയാർ അനിയന്മാരാർ ചെണ്ടമേളത്തിന് നേതൃത്വം നൽകും. ചെറുശ്ശേരി ശ്രീകുമാർ മാരാർ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകും. വൈകിട്ട് 6:40 ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, ഡബിൾ നാദസ്വരം. രാത്രി 7 വർണ്ണമഴ. 7:30 ന്യൂ പല്ലവി പാലാഴി അവതരിപ്പിക്കുന്ന വീരനാട്യം, തിരുവാതിരക്കളി. 8 മണിക്ക് അത്താഴപൂജ, കൊമ്പ്, കേളി, പറ്റ്. 9 മണിക്ക് കപ്ലിങ്ങാട്ട് മന, സംവേദ, ചാലക്കുടി, ശ്രേയ നമ്പൂതിരി തുടങ്ങിയവരുടെ ഡബിൾ തായമ്പക. 9:30 താലപ്പൊലിയോട് കൂടിയ എഴുന്നള്ളിപ്പ്. 12 മണിക്ക് ഗുരുതി. തുടർന്ന് നടയടപ്പ്. 2026 ഏപ്രിൽ 4 നട തുറക്കൽ എന്നിവ നടക്കുമെന്ന് തൃപ്പയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ പ്രസിഡന്റ് AS പത്മപ്രഭ, വൈസ് പ്രസിഡന്റ് EV ധർമ്മൻ, സെക്രട്ടറി PK ഹരിഹരൻ, എക്സിക്യൂട്ടീവ് അംഗം UB അജയൻ തുടങ്ങിയവർ അറിയിച്ചു. നാട്ടിക നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ റോഡ് ഷോയ്ക്ക് ആവേശോജ്വലമായ തുടക്കം. തൃപ്പയാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്ട്, DCC സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, നാട്ടിക കമ്മിറ്റി പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു തുടങ്ങിയവർ നേതൃത്വം നൽകി. 22ഓളം കേന്ദ്രങ്ങളിലെ പര്യടനത്തിനു ശേഷം റോഡ് ഷോ തൃപ്പയാർ സെന്ററിൽ സമാപിച്ചു. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി തന്നെയാണ് സുനിൽ ലാലൂരിനെ തന്നെ നമ്മൾ നാട്ടികയിൽ നിർത്തിയിരിക്കുന്നത്. ആ നീക്കത്തിലേക്കുള്ള പ്രയാണമാണ് നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ റോഡ് ഷോ ഈ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലൂടെയും സഞ്ചരിച്ച് അത് തൃപ്രയാർ സെന്ററിൽ സമാപിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയൊരു നിർദ്ദേശമുണ്ട്, സന്ദേശമുണ്ട്. ആ സന്ദേശം UDF ഈ തവണ നാട്ടിക പിടിച്ചിരിക്കും.
അതിൽ സംശയമില്ല. ഇതാണ് നമ്മുടെ ടൈം. ആർക്കും സംശയം വേണ്ട. ഈ റോഡ് ഷോ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. നാട്ടിക നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ പഞ്ചായത്ത് തല പ്രചരണം ആരംഭിച്ചു. രാവിലെ 9 മണിയോടെ അന്തിക്കാട് സെന്ററിൽ എത്തിയ CC മുകുന്ദൻ നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെ സെന്ററിൽ വ്യാപാര സ്ഥാപനങ്ങളിലും ഓട്ടോ തൊഴിലാളികളോടും വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് പുത്തൻപീടിക, തളിക്കുളം തുടങ്ങി 10ഓളം കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. നേതാക്കളായ EP ഹരീഷ്, EP ജാൻസി, റിനി കൃഷ്ണപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അങ്ങാടിക്കുരുവി ദിനാചരണവും പക്ഷി മൃഗാദികൾക്ക് വെള്ളം നൽകുന്നതിനുള്ള പാത്ര വിതരണവും നടത്തി. പെരിങ്ങോട്ടുര GHSS LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പെരിങ്ങോട്ടുര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറൈൻ അധ്യക്ഷത വഹിച്ചു. അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ അങ്ങാടിക്കുരുവി ദിനാചരണവും പക്ഷിമൃഗാദികൾക്ക് വെള്ളം നൽകുന്നതിന് സ്ഥാപിച്ച പാത്രത്തിലേക്ക് ജലം പകർന്ന് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഹിമ പ്രവീൺ, ഹെഡ് മിസ്ട്രസ് A ശ്രീദേവി, OSA പ്രസിഡന്റ് VK പ്രദീപ്, ട്രസ്റ്റ് ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂളിലെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പാത്രങ്ങളാണ് വിതരണം നടത്തിയത്. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി പ്രകൃതിയിൽ അലിയുന്ന മൺപാത്രവും ചകിരി കയറുമാണ് വിതരണം ചെയ്തത്. ഏങ്ങടിയൂർ ചേറ്റുവ കടവ് കാര്യാട്ട് ശ്രീ ഭുവനേശ്വരി ഉഗ്രമൂർത്തി വിഷ്ണുമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് മുൻ ശബരിമല മേൽശാന്തി കൊടകര അഴകത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ശിവപദം ടീം നടത്തിയ തിരുവാതിര കളി, വിഷ്ണുമായ സ്വാമിക്ക് കളം എന്നിവയും ഉണ്ടായിരുന്നു. ഭാരവാഹികളായ ചെയർമാൻ ദേവൻ, വൈസ് ചെയർമാൻ മനോഹരൻ കാര്യാട്ട്, സെക്രട്ടറി തമ്പി കാര്യാട്ട്, ക്ഷേത്രം മാനേജർ ദിവാസ് ആലക്കൽ, ക്ഷേത്രം ശാന്തി ഗിരി, PK സൈജു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ഇടത്തരികത്ത് കാവ് കോമരം സുരേന്ദ്രൻ, ജോൾസൻ വിജയകുമാർ മേനോൻ, ഗുരുവായൂർ MLA MK അക്ബർ, MA ഹാരിസ് ബാബു, സായ് സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി ഹരിനാരായണ സ്വാമി തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി KK വത്സരാജ് എടത്തുരുത്തി പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തി. എടത്തിരുത്തി ചൂലൂർ സെന്ററിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. തുടർന്ന് എടത്തിരുത്തി പഞ്ചായത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്നിവ സന്ദർശിച്ചു. നേതാക്കളായ VK ജ്യോതിപ്രകാശ്, AV സതീഷ്, PK ഷാജു, ശ്രീദേവി ദിനേശ്, നവമി പ്രസാദ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നാട്ടികയിൽ മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് NDA വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി കുടുംബയോഗം സംഘടിപ്പിച്ചു. ആദരിക്കുന്നു. വീണ്ടും ഇടതുപക്ഷത്തിൽ നിർത്തിയ ശ്രദ്ധ കൊടുക്കുന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഒരു വലിയ കൈഡ് ജയിപ്പിച്ചു വിടണം. ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളെ 5 വർഷം സേവിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മികവ് കണ്ടു ഭയന്നായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ചത്. ഇന്നലെയും ഒരു കൺവെൻഷനൊക്കെ നടത്തി അദ്ദേഹത്തെ കുടുംബത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത്. കുടുംബത്തേക്ക് രാഷ്ട്രീയം കയറും എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഇന്നലത്തെ കൺവെൻഷനിൽ നടന്നിട്ടുള്ള പരാമർശങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകളും ഓരോ മക്കളും വീടുകളിലിരിക്കുന്ന മക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം അങ്ങനൊരു നീക്കം, അത്രയ്ക്ക് അഹന്ത ഒരു പാർട്ടിക്കുണ്ടെങ്കിൽ ആ പാർട്ടിയെ കീഴ്പ്പെടുത്തേണ്ടത് ഈ പ്രദേശത്തുള്ളവർ തന്നെയാണ്. 5 വർഷം നിങ്ങളെ സേവിച്ച ഒരു മഹാൻ, അദ്ദേഹത്തെ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയതാണ്, ഞങ്ങൾ നേടിയതല്ല. ഭാരതീയ ജനതാ പാർട്ടി NDAക്ക് കിട്ടിയ ഒരു മുത്താണ് ശ്രീ മുകുന്ദൻ. നിങ്ങളുടെ MLA ആയി ശ്രീ മുകുന്ദൻ താമര ചിഹ്നത്തിൽ വിജയിച്ച് തുടരുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. വിജയിപ്പിച്ച് വിടണം. MLA ആയിരിക്കണം ശ്രീ മുകുന്ദൻ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറക്കണ്ട, താമര ചിഹ്നം. തൃശൂർ ചൂണ്ടലിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനി മരിച്ചു. തലക്കോട്ടുകര പള്ളിക്കുളം വീട്ടിൽ റാഫി മകൾ
20 വയസ്സുള്ള ഫർസാനയാണ് മരിച്ചത്. ഗുരുവായൂർ LF കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയാണ്. വടക്കാഞ്ചേരിയിൽ യുവതി കുഴഞ്ഞു വീണു മരിച്ചു. വടക്കാഞ്ചേരി പടിഞ്ഞാറ്റുമുറി കാഞ്ഞൂർ വീട്ടിൽ മാലതി അമ്മയുടെയും പരേതനായ രാജന്റെയും മകൾ 45 വയസ്സുള്ള ധന്യയാണ് മരിച്ചത്. ദുബായിൽ ഫ്ളാറ്റിൽ നിന്ന് വീണ് ഇരിങ്ങാലക്കുട സ്വദേശിയായ 3 വയസ്സുകാരി ഫ്ളാറ്റിൽ നിന്ന് വീണു മരിച്ചു. ഇരിങ്ങാലക്കുട സ്വദേശിയായ മഞ്ഞളി വീട്ടിൽ ഡിബിൾ ദേവസിയുടെ മകൾ ഹന്ന റോസാണ് ദുബായിൽ ഫ്ളാറ്റിൽ നിന്ന് വീണു മരിച്ചത്. വേലൂർ തയ്യൂരിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് മറിഞ്ഞ് ക്ഷീരസംഘം സെക്രട്ടറി ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. തയ്യൂർ മേലേപ്പുരക്കൽ കൃഷ്ണൻ, ക്ഷീരസംഘം സെക്രട്ടറിയായ ഭാര്യ സുജ, ഇവരുടെ മകൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രിയാണ് അപകടം. വീട്ടിലേക്ക് വരുന്നതിനിടെ ചുങ്കം റോഡിൽ വെച്ച് കാട്ടുപന്നി ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ സുജയ്ക്ക് തലയ്ക്കും കൃഷ്ണനും മകൾക്കും തോളിനും പരിക്കേറ്റു. പരിക്കേറ്റ 3 പേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നിറവിൽ ചേരമാൻ പള്ളിയിൽ സൗഹാർദ്ദ സംഗമം സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് MA റഫീഖ് അധ്യക്ഷത വഹിച്ചു. മഹല്ല് ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഇസ്താം സന്ദേശം നൽകി. മഹൽ ഇമാം അബ്ദുൾ അസീസ് നിസാമി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, ഫാദർ സന്തോഷ് ആന്റണി, തൃശൂർ കിഡ്സ് ഡയറക്ടർ ഫാദർ നിമീഷ് അഗസ്റ്റിൻ കാക്കശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി OJ ജനീഷ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി റോഡ് ഷോ നടത്തി. ES സാബു, NS വിജയൻ, KP സുനിൽകുമാർ, യൂസഫ് പടിയത്ത്, രവി നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ് കൊടുങ്ങല്ലൂർ നഗരത്തിൽ റോഡ് ഷോ നടത്തി. തെക്കേ നടയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി സമാപിച്ചു. NDA നേതാക്കളായ PK രവീന്ദ്രൻ, KP ഉണ്ണികൃഷ്ണൻ, KR വിദ്യാസാഗർ, ER ജിതേഷ്, ദിനിൽ മാധവ്, സിനീഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിലേക്ക് വിസയും ജോലിയും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 8,85,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലത്തെ വാഹനാപകടം, ദമ്പതികൾക്ക് പരിക്ക്. നാട്ടിക ബീച്ച് ശ്രീ അരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്തെ പ്രതിഷ്ഠാ ദിനവും ക്ഷേത്ര മഹോത്സവവും മാർച്ച് 22 മുതൽ 28 വരെ ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. നാട്ടിക നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ റോഡ് ഷോയ്ക്ക് ആവേശോജ്വലമായ തുടക്കം. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.